Hello guys, welcome back to my channel Sandbees Media. Yet another interesting episode of plants. മച്ചാമാരെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ പ്ലാന്റ് ഐഡൻറ്റിഫിക്കേഷൻ വീഡിയോ ആണ്. ഐഡൻറ്റിഫിക്കേഷൻ എൻ്റെ വീട്ടിൽ, നമ്മുടെ കുടുംബ വീട്ടിൽ ഓണക്കാലത്ത് മാത്രം നിറയെ മഞ്ഞപ്പൂക്കൾ ഉണ്ടാക്കുന്ന ഒരു ചെടിയുണ്ട്. അതിമനോഹരമായി കൊല കുത്തി മഞ്ഞപ്പൂക്കൾ പിടിക്കുന്ന ഒരു ചെടിയുണ്ട്. ഇപ്പോൾ 2 വർഷം മുമ്പ് ഇതേ സമയത്ത് നമ്മുടെ ഇതേ ചാനലിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിരുന്നു. ഏത് പ്ലാന്റ് ആണെന്ന് അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ എന്ന് ഞാൻ കുറേ ആരും വിളിച്ചാണൊക്കെ തോന്നി. നിങ്ങൾക്ക് തോന്നി? എനിക്ക് തോന്നാൻ തിരിഞ്ഞു നോക്കി കേട്ടോ. ഏത് പ്ലാന്റാണ് ഈ പൂത്ത് നിൽക്കുന്നതെന്ന് അറിയാമോ എന്ന് അടുത്ത് ചോദിച്ചിരുന്നു. നിങ്ങൾ കുറേ പേര് അതുമായിട്ട് സാമ്യമുള്ള കുറേ ഉത്തരങ്ങൾ പറഞ്ഞെങ്കിലും പക്ഷേ എനിക്ക് അതുമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നിങ്ങൾ പറഞ്ഞ കുറേ ജെമിനിയുടെ ഇമേജ്, അന്ന് ജെമിനി ഇല്ലായിരുന്നു, അന്ന് ഗൂഗിളിൻ്റെ ഇമേജ് ആയിരുന്നു. ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് അതിൻ്റെ കുറേ ഇമേജൊക്കെ നിങ്ങൾ എനിക്ക് അയച്ചിരുന്നു. പക്ഷേ അതുമായിട്ട് ഒരു ബന്ധമില്ല എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ചെടിക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ആ ചെടി കാണിക്കാൻ നിറയെ പൂത്തിരിക്കുന്ന അടിപൊളിയാനായിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കി, തൈ ഉണ്ടാക്കാനൊക്കെ നോക്കി പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെടി നിറയെ പൂത്ത് നിൽക്കുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വിശേഷം. ഒപ്പം ആ പ്ലാന്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, എങ്ങനെയെങ്കിലും തൈ ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ഭാഗങ്ങളെന്നല്ല, കുറച്ച് തൈകൾ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ ചെയ്യും. നമുക്ക് നേരെ പ്ലാന്റ് ഒന്ന് കണ്ടുവരാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ചെടി കേട്ടോ. സത്യം പറഞ്ഞാൽ ആദ്യം ലീഫ് കാണിച്ചു, അതിൻ്റെ ടോപ്പ് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചെടി കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഇതേന്ന് അറിയത്തില്ല. ഇതൊരു 2 വർഷം മുമ്പ് ഞാൻ ഒരു ഗാർഡൻ എന്ന് വെച്ചാൽ ആ ഗാർഡൻ ഇപ്പോഴും പൂട്ടിപ്പോയി കേട്ടോ. ആ ഗാർഡനിൽ അന്നത്തെ കോൺടാക്ട് നമ്പറൊക്കെ എൻ്റെ ഇല്ല താനും. ഇതാണ് അതിൻ്റെ പൂക്കളുണ്ട്, നിറയെ പൂക്കളുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഭംഗി നമ്മൾ എങ്ങനെ നിങ്ങളുടെ കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ക്യാമറയുടെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത്ര കളർ കിട്ടത്തുമില്ല. എങ്കിലും ഞാൻ പൂവൊന്ന് അടുത്ത് കാണിക്കും കേട്ടോ. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതാണ് പൂവ് കേട്ടോ. നമ്മുടെ കണിക്കൊന്നയൊക്കെ പൂത്ത് കിടക്കുന്നതൊക്കെ കൊല കുത്തി പിടിക്കും. നല്ല പൂവാണ്, നല്ല യെല്ലോ കളറാണ്, കാണാൻ നല്ല ഗുമ്മോട് ഗുമ്മാണ്. ഈ വീടിൻ്റെ മുറ്റത്തൂടെ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു തടമാണ്. ആ തടത്തൂടെ പോകണമെന്ന് എല്ലാവരും ഇതിൻ്റെ തൈ ചോദിക്കും. പക്ഷേ ഇത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നും അറിയത്തില്ല കേട്ടോ. തൈ എങ്ങനെ ഉണ്ടാക്കാമെന്നും അറിയത്തില്ല. കുറച്ചുകൂടെയൊക്കെ അടുത്ത് ഇതാണ് എൻ്റെ ഇല കേട്ടോ. അപ്പോഴറിയാം. ഞാൻ ഗൂഗിൾ ലെൻസൊക്കെ ഉപയോഗിച്ച് നോക്കി. ഗൂഗിൾ ലെൻസൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാട്ടിലെ ചെടികളാണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല, അതിൻ്റെ ലീഫൊന്നും ഇതുപോലെ അല്ല വരുന്നത്. കണ്ടോ, എല്ലാ കൊമ്പിലും ഉണ്ട്. അതൊന്ന്, അതിനകത്ത് ഈ 2, 3, 4, ഇവിടെ 5. ഈ 5 ശിഖരങ്ങളാണുള്ളത്. 5 ശിഖരത്തിൻ്റെയും ഏകദേശം ശിഖരത്തിൻ്റെ മധ്യഭാഗത്താണ് പൂത്തേക്കുന്നത് കേട്ടോ. ഇതാണ് ശിഖരമെങ്കിൽ എൻ്റെ മധ്യഭാഗത്ത് വെച്ചാണ് പൂ വരുന്നത്. അപ്പോൾ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ, അത്ര എമർജൻസി ആയണോ, അത്ര എമർജൻസി അല്ല, അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുമെന്ന് അറിയണം. കാരണം ഞാൻ ഏകദേശം ഒരു 2 മാസത്തോളം ഇതിൻ്റെ ഈ അടിഭാഗത്തെ കൊണ്ടുണ്ടല്ലോ, ഈ ചില്ല ഞാൻ അടിഭാഗത്തോട്ട് പിടിച്ച് മണ്ണിട്ട് വെച്ച്, പക്ഷേ വേരിറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഇതിനകത്ത് വിത്ത് ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോഴാണിത് പൂത്തത് കേട്ടോ. ഇപ്പോഴാണിത് പൂത്തത്. വിത്ത് ഉണ്ടാകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനേക്കാൾ ഉപരി ഇതേതാണ് ഈ അടിപൊളി പ്ലാന്റ് എന്നറിയാവുന്നവരെന്ന് പറഞ്ഞു തരണം. അപ്പോൾ മച്ചാമാരെ, ഒരു അടിപൊളി പ്ലാന്റിനെ പരിചയപ്പെടുന്ന ഒരു കുഞ്ഞു വീഡിയോ അല്ലേ. കുഞ്ഞു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്ലാന്റ് ഒരു കുഞ്ഞിലയും വലിയ പൂക്കളാണ്, നിറയെ ബുഷിയായിട്ട് കാച്ചു നിൽക്കും. അല്ലെങ്കിൽ കാച്ചില്ല, പൂത്ത് നിൽക്കുമ്പോഴത്തേക്ക് കാണാൻ അടിപൊളിയാണ്, ഗുമ്മോട് ഗുമ്മാണ്, ജോറോട് ജോറാണ്. ഇതുപോലെ പ്ലാന്റിനെ കുറിച്ചുള്ള നിരവധി വീഡിയോ നമ്മുടെ ചാനലിൽ ഇനിയും വരാനുണ്ട്, നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോട് എത്തണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോട്ടുന്നത്. ദിസ് ടൈം ദിസ് ഈസ് സൺബി സൈനിങ് ഔട്ട്.